ഹലോ, ഇന്ന് നമുക്ക് നല്ല പുളിയൊഴിച്ച മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കറി ഉണ്ടാക്കാനായി ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1-2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി നന്നായി വാടി വന്ന സവാളയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി വഴച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സായി നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കിത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതൊക്കെ നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായി അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇത് രണ്ടും നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 10 ചെറുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി അങ്ങ് വഴച്ചെടുക്കാം. ചെറുതായി ചൂടായ ചെറുള്ളിയിലേക്ക് നമുക്ക് നെടുവേ കീറിയ 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അരപ്പിൽ ഓൾറെഡി എരിവുള്ളത് കൊണ്ട് കറിക്ക് എരിവ് കുറച്ച് വേണം ഇടാൻ. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കറി അടച്ചു വെച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കാതിരിക്കാൻ നോക്കുക. ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെറുതായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയൊഴിച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.